ചീമേനിയിൽ ആണവ നിലയത്തിന് അനുമതി കൊടുക്കാൻ പോകുന്നു കേന്ദ്ര സർക്കാർ എന്നാണ് ഒരു വിചിത്രമായ വാർത്ത. എനിക്കതിലൊരു ടെൻഷനും ഇല്ല. എന്താ കാര്യം എന്നറിയുന്നു, ഒരു കാലത്തും ഒരു ആണവ നിലയം കേരളത്തിൽ വരാൻ പറ്റില്ല. ഞാൻ നിങ്ങൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആണവ മേഖലയിൽ കുറെ കാലം ജോലി ചെയ്ത ഒരാളാണ് ഞാൻ. കേരളം പോലൊരു സ്ഥലത്ത്, ഇത്ര ജനങ്ങൾ ഇണങ്ങിത്തിങ്ങിതാകുന്ന സ്ഥലത്ത്, കാലാവസ്ഥ അനിശ്ചിതമായ സ്ഥലത്ത്, ഭൂപ്രകൃതി അനിശ്ചിതമായ സ്ഥലത്ത്, ഏത് സമയവും ഉരുൾപൊട്ടലോ ഏത് സമയവും കടലാക്രമണം ഉണ്ടാവുന്ന ഒരു സ്ഥലത്ത് ഇത്തരമൊരു സാധനം വയ്ക്കുന്നത് ഗുണകരമല്ല. ജനങ്ങൾ സമ്മതിക്കില്ല, അവിടുത്തെ CPM പോലും സമ്മതിക്കില്ല, BJP സമ്മതിക്കില്ല. കാരണം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒന്നിച്ചു വന്നാലും സമ്മതിക്കില്ല. കാരണം അതുണ്ടാക്കുന്ന ഭീതി ചെറുതല്ല. 156 ഏക്കർ മതി എന്ന് അവർ പറഞ്ഞു. 156 ഏക്കർ ആണവ നിലയം ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. 156 ഏക്കർ ഒരു 1500 ഏക്കർ ആയാലും പോലും മതിയാവില്ല. കാരണം അതിന്റെ മാലിന്യങ്ങൾ, അതിന്റെ വെള്ളം, അതിന്റെ പുറത്ത് വിടുന്ന മറ്റ് ഇതൊക്കെ എവിടെയാണ് സംസ്കരിക്കുക? 156 ഏക്കറിൽ സംസ്കരിക്കുക. ഇതൊക്കെ ഹൈ ലെവൽ വേസ്റ്റ്, ലോ ലെവൽ വേസ്റ്റ്, മീഡിയം ലെവൽ വേസ്റ്റ് ഒക്കെ ഉണ്ട്. ആണവ നിലയത്തെ കുറിച്ച് അറിയാത്ത ആളുകളാണ് ഇതെന്തോ തീ കൊടുത്താൽ ഉടനെ കത്തും, ഉടനെ വരുന്ന ചോദിച്ചാൽ എത്ര കൊല്ലം കൊടുക്കും ഒരു ആണവ നിലയം നിർമ്മാണം തീരാൻ? നമുക്കറിയാമോ? അതിനുള്ള ഇന്ധനം എവിടെ നിന്ന് കിട്ടും? ഏത് നിലയാ വരണമെന്ന് പറഞ്ഞിട്ടില്ല. അത് വന്നാൽ കുറെ കൂടി കോംപ്ലിക്കേറ്റഡ് ആവും. കാരണം ഇന്ത്യയിൽ ഏത് ആണവ നിലയം പണിയാനും അനേക വർഷങ്ങളുടെ ഫാസ്റ്റ് ബ്രീഡറാണ് ഇന്ത്യക്കാരെ ഏറ്റവും ഗംഭീരമായി. ഫാസ്റ്റ് ബ്രീഡറിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ കൂടുതൽ ഇന്ധനം അതിൽ നിന്ന് ഉണ്ടാവും എന്നാണ് അവർ പറയുന്നത്. നമ്മുടെ തോറിയം അതിന്റെ പുതപ്പായി ഉപയോഗിച്ച് അതിനകത്ത് പ്രവർത്തനം നടത്തിയാൽ ഈ തോറിയം യുറേനിയവും പ്ലൂട്ടോണിയവുമായി മാറും. അത് നമുക്ക് വേർതിരിച്ചെടുത്ത് ഉപയോഗിക്കാമെന്ന്. ഇതൊക്കെ കേൾക്കണമാതിരി വളരെ എളുപ്പമല്ല അത്. കാരണം എന്താ വെച്ചാൽ ഇതിന്റെ ഓരോ ഘട്ടത്തിലും വലിയ തോതിലുള്ള റേഡിയേഷൻ സാധ്യതകളുണ്ട്. ഇത് കഴുകുന്ന വെള്ളം മാത്രം മതി ഒരു പ്രദേശത്തെ മലിനമാക്കാൻ. ഇതിൽ നിന്ന് വരുന്ന വായു, ഇതിൽ നിന്ന് വരുന്ന മറ്റ് സംഗതികൾ മാത്രമല്ല, ഇതിന് വരുന്ന ചെലവ്, ആണവ വൈദ്യുത നിലയത്തിന്റെ ചെലവ് എന്താ? അത് പലപ്പോഴും മറച്ചു വയ്ക്കുക. എന്താണെന്നറിയോ? ഈ അണുശക്തി വകുപ്പ് പലപ്പോഴും ഒരു ഡിഫൻസിന്റെ ഭാഗമായി ഇങ്ങനെ കണ്ട് അങ്ങനെ വയ്ക്കും. ഇതിന്റെ സാമ്പത്തികം ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയാൽ യഥാർത്ഥ സാമ്പത്തിക ചെലവ്. ഇനി ഇവിടെയുള്ള ഇന്ധനം, ഇവിടുന്ന് നാച്ചുറൽ യുറേനിയം എന്ന് പറയുന്ന ഇന്ത്യയിൽ കിട്ടുന്ന, അതന്നെ ഇന്ത്യയിൽ ഇപ്പോൾ കിട്ടാനൊന്നുമില്ല, ജാതുകോടയിലാണ് കിട്ടിയിരുന്നത്, അതും കിട്ടാനില്ല. അതല്ല ഇന്ധനം ഇറക്കുമതി ചെയ്തിട്ടാണ് ചെയ്യാൻ പോണെങ്കിലോ? ലോകത്തെ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ഇന്ധന ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട് നിരവധി തർക്കങ്ങൾ നിൽക്കുകയാണ്. അങ്ങനെയാണ് നമ്മുടെ താരാപൂര് നിലയം പൂട്ടിപ്പോയത്. പൂട്ടാന്ന് വെച്ചാൽ കുറെ കാലം പൂട്ടിക്കണം. അങ്ങനെ ഇന്ധനം കിട്ടാനില്ല, എൻറിച്ച്ഡ് യുറേനിയം കിട്ടാനില്ല. ഞാൻ സാങ്കേതികത്വത്തിലേക്കൊന്നും കിടക്കുന്നില്ല. അത് മാത്രമല്ല, ഇതിന് എത്ര ലിറ്റർ വെള്ളം വേണം? ഈ വെള്ളം എവിടേക്ക് വിടും? ഈ വെള്ളം കടലിലേക്ക് വിടേണ്ടി വരും. ചീമേനി കടലിലേക്കാണ് വിടാൻ പോണെന്ന് എനിക്കറിയില്ല. കടലിലേക്ക് വിടല, കടലിന്റെ സ്ഥിതി എന്താവും? ഇപ്പൊ കൂടംകുളത്ത് നമുക്കറിയാം, കഴിഞ്ഞ തവണ സുനാമി വന്നപ്പോൾ കൂടംകുളത്ത് വലിയ പ്രശ്നമുണ്ടായി. ഭാഗ്യത്തിന് അത്ര എത്തിയില്ല. ഒരു ലേശം കൂടി ഉയർന്നെങ്കിൽ സുനാമി വന്നെങ്കിൽ കൂടംകുളം നിലയം പൊളിഞ്ഞു പോയി. അതിൽ വെള്ളം കയറിയാൽ അതിനകത്തുള്ള സാധനങ്ങൾ എന്താണെന്ന് ഇവർക്ക് അറിയും. അതിനകത്തുള്ള ഒരു ചെറിയ അണു പോലും വലിയ തോതിൽ റേഡിയോ ആക്റ്റീവാണ്. അത് ശരീരത്തിൽ, വേറെ മനുഷ്യന്റെ ശരീരത്തിലോ ഭൂമിയിൽ എവിടെ പോയാലും അതും റേഡിയോ ആക്റ്റീവ് അണുവിന്റെ പ്രത്യേകത അത് അനേകായിരം വർഷങ്ങൾ അതുപോലെ തന്നെ നിലനിൽക്കുന്നതാണ്. നിങ്ങൾക്ക് ഒരു റിയാക്ഷൻ കൊണ്ട് അതിന് മാറ്റാൻ പറ്റില്ല. ഏതെങ്കിലും തരത്തിലുള്ള പ്ലൂട്ടോണിയമോ റേഡിയമോ നിങ്ങളുടെ ശരീരത്തിൽ കയറിയാൽ അതിന്റെ 20,000 വർഷമാണ് അതിന്റെ ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ 20,000 വർഷം കഴിയുമ്പോൾ അത് പകുതിയാവുള്ളൂ. ഞാൻ ഉണ്ടായി, എന്റെ ശരീരത്തിൽ കയറി, എന്നെ ദഹിപ്പിച്ചു, അല്ലെങ്കിൽ എന്നെ സംസ്കരിച്ചു. എന്റെ ശരീരത്തിൽ നിന്ന് അത് എത്ര കൊല്ലം ഉണ്ടാവും? 10 കൊല്ലം ഉണ്ടാവും, 50 കൊല്ലം ഉണ്ടാവും. അതിനിടയ്ക്ക് ഇത് വേറെ ശരീരത്തിൽ കയറും. കാരണം ഇതിന് മരണമില്ല, ഇതൊരു ജീവനുള്ള സാധനമല്ല, ഇതിന് മരണമില്ല. ഈ അണു അനേകായിരം വർഷങ്ങൾ ജീവിക്കും. ഇത് ശരീരത്തിൽ കയറിയാൽ നിരന്തരം റേഡിയേഷൻ കൊടുത്തുകൊണ്ടിരിക്കും. ക്യാൻസറോജനിക് ആണ് എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഇത് എവിടെയും സംസ്കരിക്കാൻ പാടില്ല. അമേരിക്കക്കാരന് പോലും ഇതിന്റെ വേസ്റ്റ് എങ്ങനെ സംസ്കരിക്കും എന്നുള്ളതിനെ കുറിച്ച് ഇപ്പോഴും ഐഡിയ ആയിട്ടില്ല. ട്രംപിന് പോലും അറിയില്ല. ട്രംപിനോട് ചോദിച്ചാൽ അത് ഞാൻ പിന്നെ ആലോചിക്കാന്ന് പറയും. എത്ര കൊല്ലമായി പ്രവർത്തനം തുടങ്ങിയിട്ട്? ഞാൻ ചുരുക്കി പറഞ്ഞാൽ ചീമേനിയിൽ ആണവ നിലയം എന്നുള്ളത് സ്വപ്നം പോലുമല്ല, അത് സ്വപ്നത്തിനും അപ്പുറത്തുള്ള എന്തോ ഒരു സാധ്യതയാണ്. അതുകൊണ്ട് അത് ഒരു കാലത്തും വരാൻ പാടില്ല. കേരളം പോലൊരു സ്ഥലത്തിന് എക്കാലത്തേക്കും ദുരന്തത്തിലേക്ക് നയിക്കുന്ന അങ്ങനെ ഒരു സാധനം കൊണ്ടുവരാൻ പാടില്ല. കൂടംകുളത്ത് വന്നപ്പോൾ നമ്മൾ എതിർത്തതാണ്. ഇനി തമാശ അതല്ല, ഈ ആണവ നിലയങ്ങൾക്കെതിരായി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സമരം ചെയ്യുന്ന ഒരു പാർട്ടി CPM ആണ് എന്നതും കൂടി അറിയുക. എത്ര സ്ഥലത്താണ് CPM സമരം ചെയ്യുന്നത്? CPM ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. അവര് പക്ഷെ ഇവിടെ സമ്മതിക്കില്ല. കേരളിനെതിരെ ഇവിടെ കേരളയിൽ കൊണ്ടുവരുന്നവരെയും മഹാരാഷ്ട്രയിൽ പോയിട്ട് അവരുടെ ബുള്ളറ്റ് ട്രെയിനെതിരെ സമരം ചെയ്യും. ഇതിപ്പോൾ അതൊക്കെ ഉണ്ടാവാം. നിരവധി ഇടങ്ങളിൽ CPM ഈ ആണവ നിലയങ്ങൾക്കെതിരെ അതിശക്തമായി സമരം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കൂടംകുളത്ത് പോലും അവരുടെ ഒരു ചെറിയ മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്ത് സമരങ്ങളുണ്ടായി. CPM പോലും അതിനെ ഒരു പരിധിവരെ സപ്പോർട്ട് ചെയ്തു. ഇനി പുതിയ നിലയങ്ങൾ കൊണ്ടുവരില്ല എന്ന് സ്റ്റാലിൻ തീരുമാനിച്ചു എന്നാണ് പറയുന്നത്.
ഏതായാലും ചീമേനി ആണവ നിലയം എന്നത് ഒരു സ്വപ്നം പോലും അല്ലാതായിരിക്കുന്നു. അത് കൊണ്ടുവരുമെന്ന് ഏതെങ്കിലും അർത്ഥത്തിൽ പറയുന്ന ആളുകളുടെ പിന്നിലെ സ്വാർത്ഥ താല്പര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതാണ്, സംശയമേ ഇല്ല.